കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി പരിസരം ലഹരി സങ്കേതമായി മാറുന്നു. ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന് സമീപം മദ്യക്കുപ്പികളും ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ സിറിഞ്ചുകളും പുകയില ഉത്പന്നങ്ങളുടെ കവറുകളും കുന്നുകൂടി കിടക്കുകയാണ്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സർക്കാർ ആശുപത്രി വളപ്പാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ വിഹാര കേന്ദ്രമാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ നോ നെവറിന് ജില്ലയിലുടനീളം തുടക്കമിട്ടത്. ലഹരി വിതരണം തടയാനായി പലതരത്തിലുള്ള നിയമ നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് സത്യം. അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് കോഴിക്കോട് ജില്ലയിലെ ജനറൽ ആശുപത്രിയായ ബീച്ച് ആശുപത്രി. കോഴിക്കോട് ജില്ലയിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി. ഈ കാഴ്ച ആശുപത്രി വളപ്പിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന് മുന്നിലേതാണ്. മദ്യക്കുപ്പികളും ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ സിറിഞ്ചുകളും പുകയില ഉൽപ്പന്നങ്ങളുടെ കവറുകളും തട്ടി ഇതുവഴി നടക്കാൻ സാധിക്കില്ല. സന്ധ്യയായാൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ആശുപത്രി കെട്ടിടത്തിന്റെ ചുറ്റുമതിലിലെ ഗ്രില്ലുകൾ തകർത്തും മറ്റും ഇവർ ഇവിടേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അടിപിടിയും വാക്കുതർക്കവുമെല്ലാം പതിവ് കാഴ്ചയാണ്. ജോലി കഴിഞ്ഞു പോകുന്ന ജീവനക്കാരികളെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള പ്രവർത്തിക്കുന്ന കാരുണ്യ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയെ ഇതിനു മുമ്പ് ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജീവനക്കാരെ ആക്രമിച്ചു. ദിവസവും ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ തമ്മിൽ അടിപിടിയാണ്. ഈ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ പ്രദേശത്ത് വെച്ചിട്ട് പരസ്യമായിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഈ പരസ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ തൊട്ടടുത്ത് പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്. ആ പോലീസുകാരൻ നിത്യേന കാണുന്നതാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് നേരിട്ട് കണ്ടിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന് സമീപമാണ് ആശുപത്രിയിലെ കുട്ടികളുടെ ചികിത്സാ വിഭാഗവും ENTയും. ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നത് കാരണം ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല. ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിയിലെ മുൻ സൂപ്രണ്ട് ഡോക്ടർ ആശാദേവി ജില്ലാ കളക്ടർക്കും കോർപ്പറേഷൻ മേയർക്കും അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. സർക്കാർ ആശുപത്രിയടക്കം ലഹരിക്കാരുടെ താവളമാകുമ്പോൾ പോലീസ് കാഴ്ചക്കാരാവുകയാണ് എന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.